മലേഷ്യൻ ട്രിപ്പിലെ അവസാനത്തെ ദിവസമാണിന്ന്. ഇന്ന് രാത്രിയാണ് റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളത്. രാവിലെ തന്നെ ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മുടെ എയർബിഎൻബിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള കെഡായി മമാക്കിൽ വന്നു. ഇന്നലെ രാത്രി ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേറൊരു ഓപ്ഷൻ തേടിയില്ല. കൂടെ കോലാലംപൂർ സ്പെഷ്യലായ 2 റൊട്ടി ടിസ്സു കൂടി ഓർഡർ ചെയ്തു. ഈ കുത്തുബ് മീനാർ പോലെ നിൽക്കുന്ന സാധനമാണ് റൊട്ടി ടിസ്സു. അതൊരു മധുരമുള്ള ഒരു ഡിപ്പിൽ മുക്കിയാണ് കഴിക്കുന്നത്. ഫുഡിന് ശേഷം വീണ്ടും റൂമിലേക്ക് തിരിച്ചുപോയി. ഇന്ന് ചെക്കൗട്ടാണ്. എയർബിഎൻബി സെൽഫ് ചെക്കൗട്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വെയിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. സെൽഫ് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കീ വീണ്ടും കീ ബോക്സിൽ തിരിച്ചു വെക്കണം. അതിനുശേഷം ഹോസ്റ്റിന് നമ്മുടെ റൂമിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്തു. അത്യാവശ്യം നല്ല സൗകര്യമുള്ള എയർബിഎൻബി ആയിരുന്നു. മലേഷ്യയിൽ വരുമ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എയർബിഎൻബി ആണ്. ഹോട്ടൽ ബുക്കിങ്ങിനേക്കാൾ നല്ലത് എയർബിഎൻബി ആണ്. റോബർട്ട്സൺ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ കീ ബോക്സുകൾ വെച്ചിട്ടുള്ളത്. നമ്മുടെ റൂമിൻ്റെ കീ നമ്മൾ കീ ബോക്സിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ കൂടി ഹോസ്റ്റിന് സെൻഡ് ചെയ്ത് കൊടുത്തു. അതോടുകൂടി ചെക്കൗട്ട് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ വീണ്ടും ഗ്രാബ് ബുക്ക് ചെയ്ത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. തിയാൻഹു ടെമ്പിളിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. തിയാൻഹു ടെമ്പിൾ കോലാലംപൂരിൽ തന്നെയാണ്. കോലാലംപൂരിലെ ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണിത്. വളരെ മനോഹരമായ ഒരുപാട് ഫോട്ടോ പോയിൻറ്റുകളുള്ള ഒരു ടെമ്പിളാണിത്. ഒരുപാട് റീൽസിനൊക്കെ സ്കോപ്പുണ്ട്. ഇവിടെ വന്ന ടൂറിസ്റ്റുകളൊക്കെ ഇതെടുത്ത് കുലുക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ചുമ്മാ ഞങ്ങളും ഒന്ന് ചെയ്തു നോക്കി. പിന്നെ പൊന്തി നിൽക്കുന്ന സംഭവം എടുക്കണം. അതിലൊരു നമ്പറുണ്ടാവും. ആ നമ്പർ ആ ബോക്സിൽ നോക്കിയാൽ അതിൽ കുറച്ച് പേപ്പേഴ്സൊക്കെ കാണും. അതിലൊന്നെടുക്കാം. ചുമ്മാ ഒരു രസം.
ഈ ടെമ്പിളിൻ്റെ തൊട്ട് താഴെ തന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. മെയിൻലി ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രൊഡക്ട്സുകളാണുള്ളത്. തിയാൻഹു ടെമ്പിളിൽ നിന്നും നമ്മൾ നേരെ പുത്രജയയിലേക്ക് ഗ്രാബ് ബുക്ക് ചെയ്തു. പുത്രജയ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഡേ പുത്രജയ വിസിറ്റ് വെക്കുന്നതാണ് മലേഷ്യൻ ട്രിപ്പിൽ ഏറ്റവും നല്ലത്. പുത്രജയയിലെ മെയിൻ അട്രാക്ഷൻസ് പുത്ര ലേക്ക്, പുത്ര മോസ്ക്, പുത്ര ബ്രിഡ്ജ്, ഇതൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. മലേഷ്യൻ ട്രിപ്പിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ പുത്ര മോസ്ക്. പുത്ര മോസ്കിലേക്ക് എൻട്രി ഫ്രീ ആണ്. ഈ കാണുന്ന ഡ്രസ്സൊക്കെ അവിടെ നിന്ന് കിട്ടും. പക്ഷേ നന്നായി ക്യൂ നിൽക്കേണ്ടി വരും. നല്ല തിരക്കാണ് ഡ്രസ്സിന് വേണ്ടിയിട്ട്. മലേഷ്യയിൽ വർഷം മുഴുവനും വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. പുത്ര ലേക്കിനോട് ചേർന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ നാസി ലമക്, നാസി അയാം ഒക്കെ വാങ്ങി കഴിച്ചു. മലേഷ്യയിലെ തനതായ ഫുഡ്. ദസുലുവിൻ്റെയും ഫൈസിയുടെയും പുത്ര മോസ്കിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്. അവൻ്റെ മദറാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവർ ചൈനയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ്. അവൻ്റെ ഫാദർ അസുലുവിൻ്റെയും ഫൈസിയുടെയും കയ്യിൽ കുറച്ച് റിങ്കറ്റ്സ് വെച്ചു കൊടുത്ത് ചോക്ലേറ്റ് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ അവർ തൊട്ടടുത്തുള്ള മെഷീനിൽ പോയി എന്തൊക്കെയോ ഷോപ്പ് ചെയ്തു. വൈകുന്നേരമായപ്പോൾ വീണ്ടും ഗ്രാബ് ബുക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് തിരിച്ചു. എയർപോർട്ടിലേക്ക് നമുക്ക് 3 മണിക്കൂർ മുമ്പ് എത്തണം. കുറച്ച് ട്രാഫിക് കൂടി കണക്കിലെടുത്ത് 1 മണിക്കൂർ നേരത്തെ ഇറങ്ങി.
മലേഷ്യയിൽ നിന്നും റിട്ടേൺ ഫ്ലൈറ്റ് കോഴിക്കോടേക്ക് തന്നെയാണ്. നേരത്തെ കോഴിക്കോടിൽ നിന്നും മലേഷ്യൻ സർവീസ് ഉണ്ടായിരുന്നില്ല. മലേഷ്യയിലേക്കുള്ള കോഴിക്കോടിൽ നിന്നുള്ള എയർ ഏഷ്യയുടെ സർവീസ് തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കൊച്ചിയിൽ പോകേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടി എളുപ്പമാണ്. അങ്ങനെ നമ്മൾ 7 ദിവസത്തെ മലേഷ്യൻ ട്രിപ്പ് പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഇനി മറ്റൊരു ഡെസ്റ്റിനേഷനിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.